ആ വീട്ടിൽ നിന്നായിരിക്കും. അച്ഛനും അമ്മയും വരണമെന്തോ. എന്റെ പറക്കോട്ട് ഭഗവതി, കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാൽ ഞാൻ എന്തൊരു സമാധാനം പറയും. ആ താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം. എന്താ ആശ്വാസം. കത്തെനിക്കല്ല, ഇന്ദുവിനാ. ഇന്ദു, ഇന്ദു എവിടെ ആനന്ദം? അവൾക്കൊരു കത്തുണ്ട്. മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു. ഓ, എന്നാ ഏടത്തിക്കുള്ള കത്ത് എന്റെയിലാ കിട്ടിയിരിക്കണേ. പൊട്ടിച്ചെന്നേ ഉള്ളു, വായിച്ചില്ല കേട്ടോ. രണ്ടും ഒരുപോലത്തെ കത്ത്. നിനക്കൊരു കത്തുണ്ട് എന്തോ. കത്ത് എവിടെ എടുത്തി? രണ്ടാൾക്കും കത്തുണ്ടല്ലോ. കൗസല്യടുത്തിട്ട് വീട്ടിൽ നിന്നാ. നിനക്കാരുടെ കത്താ ഇന്ദു? കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്ത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന്. ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന്. എന്താ ഇന്ദു വിശേഷിച്ച്? ഏടത്തിയുടെ കണ്ണ് തുടിച്ചാ ഏടത്തിയാ കരയേണ്ടത്. ഏടത്തിക്കുണ്ടൊരു കത്ത്, അത് എനിക്കാ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. എന്താ ആനന്ദം എഴുതിയിരിക്കുന്നത്? ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രായം മറഞ്ഞ ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ്. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. അയാൾക്ക് യമുനയെയോ യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഒരഭ്യുദയകാംക്ഷി. മൂന്നാൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. 5 പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ ഭ്രാന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിണി പുളിക്കും. യമുനേക്കാൾ ചന്തം എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കുവോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? ആരായിരിക്കും ആ ഒരാൾ? 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था. അതാണടി അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മനസ്സ് ഹാപ്പി ആയി ഇരുന്നാലേ ദേ ഇതുപോലെ എന്നും മാർക്കണ്ടേനെ പോലെ കഴിയാം. എന്നാ വേഗം ചെല്ലേ, അമ്മ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മുഷിയാനുള്ള സമയമൊന്നും ആയില്ലല്ലോ. അരമണിക്കൂറല്ലേ ആയുള്ളൂ. ഈ കൗസുവിന്റെ കാര്യം. വേഗം ചെല്ല്, വല്യച്ഛൻ നിന്ന് കിട്ടും. എന്താടി കാന്താരി വെല്ലുമി ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഞങ്ങളോട് പറയില്ലാന്ന്. എന്തായാലും വല്യച്ഛന് വല്യമ്മ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓ, ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന് സമ്മാനം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. സമ്മാനം തരാൻ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അതൊന്നും അല്ലച്ചാ, ഇന്ന് അച്ഛന്റെ ദിവസാ. ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ. കൗസു, മേരെ സ്വപ്നവും കി റാണി, നീ എനിക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ? ഞാൻ നിങ്ങൾക്ക് 5 സമ്മാനം തന്നു. 5 പിള്ളാര്. ഇനി എന്ത് സമ്മാനം തരേണ്ടത്? ക്യാ ഹുവാ കൗസു? നിങ്ങൾ പഴയതെല്ലാം മറന്നു. പറഞ്ഞില്ലേ? പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്? ഹരം കൊള്ളുക, അങ്ങനൊരു പ്രയോഗം കത്തിലുണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയത് കൗസു? വേണ്ട, നിങ്ങൾ പഴയതൊക്കെ മറന്നു. എന്ത് മറന്നു? ട്യൂഷൻ, ഹിന്ദി ട്യൂഷൻ. ഓ, ക്ഷമിക്കണം കൗസു, നിർബന്ധം സഹിക്ക വയ്യാതെ 1-2 ദിവസം. 1-2 ദിവസമോ? എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? മുझे प्यार करो എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നതൊക്കെ മറന്നുല്ലേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്.
അതെ, നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ചുരുണ്ട മുടിയായിട്ട്. എന്താ അവളുടെ പേര്? അംബുജം. ആ അംബുജം കിതർ ഹേ കൗസു? ഓ എന്തൊരു ഓർമ്മശക്തിയാ. അപ്പൊ അമ്പുജത്തിനെ മയക്കായിരുന്നല്ലേ അവസാനം ഈ പൊട്ടിയാ കിട്ടിയത്. കൗസു, ഞാൻ 5 കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ? പക്ഷെ 2 കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു. അല്ല, 5 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് 45 വയസ്സുണ്ട്. കല്യാണി, സുശീലയും, മല്ലികയും, ശശികുട്ടനും, പിന്നെ എന്റെ ശങ്കരനും ഒക്കെ ഈ വയറ്റിൽ പറഞ്ഞത്. പക്ഷെ പറയില്ല, ഇനി ഒരു കുട്ടി കൂടി ആവാന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി കൂടെ വേണമെന്നുണ്ടല്ലേ? സത്യം പറയാലോ, ഉണ്ട്. മനസ്സിലായി. നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം മനസ്സിലായി. ഞാനിനി പ്രസവിക്കില്ല എന്ന് അറിഞ്ഞിട്ട്. അയ്യോ, ഞാനത് മറന്നു. മറക്കും, എല്ലാം മറക്കും. നിങ്ങൾക്കൊരു അച്ഛനാവണമല്ലേ? ആ ഒരാൾ നിങ്ങളാണ്. കൗസു, ആ ടിക്കറ്റ് എവിടെ? ടിക്കറ്റോ? അതെ, ടിക്കറ്റ് എവിടെയെന്ന്. നീ എന്താ ബസ്സിലെ ചക്കറോ? മര്യാദക്ക് ടിക്കറ്റ് എടുക്ക്. ചേടാ, വല്ല വനിതാ കണ്ടക്ടർമാരുടെ പ്രേതങ്ങളെ ബാധിച്ചു? ആ, ബാധിച്ചു. അപ്പൊ ഞാനിന്ന് ബസ്സിൽ യാത്ര ചെയ്തെന്ന് അറിഞ്ഞല്ലേ? ബസ് ടിക്കറ്റ് അല്ല, മറ്റേ ടിക്കറ്റ്. മറ്റേ ടിക്കറ്റോ? ആ, മറ്റേ ടിക്കറ്റ്. അത് നീ എങ്ങനെ അറിഞ്ഞു ആനന്ദം? സോറി ആനന്ദം, നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയല്ലേ? എനിക്കറിയാം. ആ ഒരാൾ നിങ്ങളാണ് മനുഷ്യ. എടുക്ക്, ഞാനൊന്ന് കാണട്ടെ. സിനിമ ടിക്കറ്റോ? ഓഹോ, രണ്ടുപേരും പരസ്യമായിട്ട് സിനിമയ്ക്ക് പോയല്ലേ? പോയി. എന്താണെന്ന് CBI ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ. നിന്റെ ഭാവം കേട്ടാ തോന്നുമ്പോൾ യമനാണെയും കൂട്ടി ഞാൻ സിനിമക്ക് പോയെന്ന്. ഓഫീസിലെ സണ്ണിക്കുട്ടിയും കൊണ്ടാ സിനിമക്ക് പോയത്. ചിരിക്കണ്ട. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെ? ഫ്ലൈറ്റ് ടിക്കറ്റോ? അതെ. അതെനിക്കറിയില്ല, അത് എടുത്തവരുടെ ഉണ്ടാവും. ഓ, നിങ്ങളല്ലല്ലോ ടിക്കറ്റ് എടുത്തത്. പൊയ്ക്കോ. പക്ഷെ ഒരു വാക്ക്. ആനന്ദം, ഞാൻ പോവാ. എന്തൊരു വാക്ക്? നിനക്കെന്താണ് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. ഞാൻ ഭ്രാന്തിയാ. നിങ്ങളല്ലേ? അതെ, ഞാനാ. നിങ്ങളാണോ? സംശയമില്ല, ഞാൻ തന്നെയാ. പിന്നെ ഞാനല്ലാതെ മറ്റൊരാളാവോ? എന്ത് പറ്റിയടി നിനക്ക്? പറ്റിയത് എനിക്കല്ല. ആദ്യമായി അവർ കണ്ണും കരലും കൈമാറിയത് യമുന റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. ഇന്ദുമതി, പറ, എപ്പോഴാ കൈമാറിയത്? കൈ മാറിയിട്ടില്ലല്ലോ. നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും. സത്യം. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. നല്ല തമാശക്കാരനാണല്ലേ? നിങ്ങൾ ഹരം കൊള്ളിക്കുമല്ലേ? അല്ല, അതിപ്പോ വേണ്ട, സത്യം പറ, കൈമാറ്റം നടന്ന എപ്പോഴാ? എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ? ഐ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞാൻ അല്ല, കണ്ണ്. ഓ, ഈ കണ്ണ്. ഇന്ത് പഠിച്ചു പോയി. ആ, പഠിച്ചു വരുന്നു. കരളിന് എന്താ ഇംഗ്ലീഷ്? ഓ, കരൾ. ഈ ആടിന്റെ കോഴിയുടെ ഒക്കെ. ആട്ടിന് കോഴിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഒരു കരളുണ്ട്. ആ കരളിന് എന്താ ഇംഗ്ലീഷ്? ലിവർ. LIVR, ലിവർ. അപ്പൊ നിങ്ങൾ ഐയും ലിവറും കൈമാറിയല്ലേ? നന്ദേട്ടനല്ല. ഏയ്, കൃഷ്ണേട്ടനും അല്ല. കോപേട്ടനൊട്ടല്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്നെ എന്തെങ്കിലും ഒരു കുളുസ് കിട്ടും. കണ്ണീർ വഴിതടി കണ്ണേ, കൺമൂടി പാത്താൽ നെഞ്ചുക്കുൾ നീതാൻ. കേട്ടോ, പ്രേമഗാനമാണ്. അവള് ചില്ലറക്കാരി അല്ല, പ്രേമിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. ആളെ കിട്ടി. ദേ ചേച്ചി നോക്കിയേ, ആ ഒരാൾ. എന്റെ പറക്കോട്ട് ഭഗവതി, നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? 5 കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എടിയേ, നോക്കിയേ, നന്ദേട്ടൻ മാത്രമല്ല, അത് കണ്ടോ? ആഹാ, അപ്പൊ ഗോപനും ഉണ്ടല്ലോ. താളം പിടിച്ച് രസിക്കാം. ആ കൈ ഇന്ന് ഞാൻ തല്ലി ഒടിക്കും. ഒരാളല്ല, 3 ആളുണ്ട്.
ദേ അങ്ങോട്ട് നോക്കി. കൃഷ്ണേട്ടൻ ഉണ്ടാവില്ലെന്ന് സമാധാനിച്ചിരുന്നതാ, കണ്ടില്ലേ? 3 ആളും ഉണ്ടല്ലോ. ഇതിൽ ആരായിരിക്കും ഒറിജിനൽ? 3 പേരും എലിഫന്റ് ദിവസ. മനസ്സിലായില്ലേ? ആനക്കള്ളന്മാരാ. ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ? അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വെക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. സിനിമാ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ 3 ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം. സുപ്രസിദ്ധ സിനിമാ താരം യമുന റാണി 3 ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ്. മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം. അവന്റെ യമുന റാണി. എന്തിനു 3 ദിവസം? 10 ദിവസത്തേക്ക് കെട്ടിയെടുത്തുണ്ടായിരുന്നു. മോശം. ഏട്ടനെങ്ങോട്ടാ? എങ്ങോട്ടായിരിക്കും? യമുന റാണിയുടെ അടുത്തേക്ക്. There you are. മണ്ടിപ്പെണ്ണെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തിരിയാൻ പോവുകയാണ്. വഴിമാറ്. 3 ദിവസത്തിനുള്ളിൽ എല്ലാം കറക്റ്റ് ആവും. 3 ദിവസം? യെസ്, വിത്തിൻ 3 days. മറ്റാരും അറിയണ്ട. നന്നായിട്ടുണ്ടോ ആനന്ദം? നന്നാകാതിരിക്കോ? വഴിതിരിയാൻ പോവല്ലേ? ദേവ് ഒരു നര എണീറ്റ് നിൽക്കുന്നു. യമുന റാണി കണ്ടാ മോശല്ലേ? ഇന്നല്ലേ, ചിലപ്പോ ഒരൊറ്റ കാരണം അത് എന്നെ വേണ്ട നോക്കാൻ. നീയാണടി മനോധർമ്മമുള്ള ഭാര്യ, ഭർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുന്നു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പോയി വരട്ടെ ആനന്ദം. ചെല്ല് ചെല്ല്, കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. ഒരു വഴിത്തിരിവ്. ഈ വഴി ഞാൻ അടയ്ക്കും. ഇത് അവസാനത്തെ പോക്കാം. அல்ல மேடம், அந்த சீனுக்கு அப்புறம் தான் நீங்க ஹீரோவை மீட் பண்றீங்க. அதுக்கு அப்புறம் தான். ഹലോ മിസ് യമുന റാണി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് നോക്കാം. മേഡം ഒന്ന് ഹെൽപ്പ് ചെയ്യണം. തൽക്കാലം ജയന്തി ആയിട്ട് മേഡം കൂടെ ഒന്ന് നിന്നാ പുള്ളിക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഷുവർ, വൈ നോട്ട്? താങ്ക് യു. ചൽത്തേ ചൽത്തേ മേരേ. നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ പാലക്കാട്ടേക്ക്. പാലക്കാട്ടേക്കോ? പാലക്കാട് ജില്ലയിലല്ലേ മലമ്പുഴ ഗാർഡൻസ്? അതെ, മനോരഞ്ജൻ കേലിയെ ജാനേ കേ ജഗ. ഇഷ്ടപ്രാണേശ്വരിയുടെ കൈ കോർത്തു പിടിച്ച് ഇഷ്ടഗാനം പാടി നടക്കാൻ പറ്റിയ ലൊക്കേഷൻ. അപ്പൊ ഞാനും കൂടി വരട്ടെ? അയ്യോ, കൗസ് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടല്ല. ഞാൻ പോകുന്നത് ഹിന്ദി പ്രചാര സഭയുടെ മീറ്റിങ്ങിനല്ലേ. മുറി നിറച്ച ഹിന്ദി വാദ്യാന്മാരായിരിക്കും. ജലദോഷം പിടിച്ച പോലെ ഹേ ഹൂം ഹോ എന്നൊക്കെ പറഞ്ഞ് നാശം. അയ്യേ, എന്താ കൗസു ഇത്? 3 ദിവസം കഴിഞ്ഞ് ഞാൻ വരില്ലേ മോളെ? 3 ദിവസം? ആ, 3 ദിനോ. അല്ല, നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ എന്നേക്കായിട്ട് ഉപേക്ഷിച്ച് പോണ പോലെ ഉണ്ടല്ലോ. ഈ മീറ്റിംഗ് എനിക്ക് ഗുണമുള്ളതാ. നിന്റെ നന്ദേട്ടൻ അവിടെ ചെന്നൊരു കലക്കങ്ങട് കലക്കും. സ്നേഹം, പ്രേം, സ്നേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കൗസു. ആരോടാ ഇത്ര വലിയ സ്നേഹം? രാഷ്ട്രഭാഷയോട്. അതേടി, ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. പാലക്കാട്ട് വെച്ച് ഞാനൊരു കാച്ചങ്ങട് കാച്ചും. ദേ, നിന്റെ അനുഗ്രഹം ഉണ്ടാവണം. പറയൂ, ഞാൻ എന്ത് ചെയ്യണം? പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം. അനുസരിച്ച് ചിരിച്ചുപോയി. എന്റെ ഭാര്യ അനുസരിച്ചതാണ് എന്റെ തെറ്റ്. മടുത്തു. ഇനിയും വൈകിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ ഒന്ന് മോചിപ്പിക്കാമോ? എന്താ ഈ പറയണേ? പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? മനസ്സ് നിയന്ത്രിക്കാനാവുന്നില്ല. കെട്ടുപൊട്ടിയ പട്ടം പോലെ അത് പാറി നടക്കുക. നിയന്ത്രിക്കണം. നിയന്ത്രിച്ചേ മതിയാകൂ. നമ്മൾ സമൂഹത്തെ നോക്കണ്ടേ? അങ്ങക്ക് ഭാര്യയും മക്കളും ഉണ്ട്. അതൊരു ബാധ്യതയായി പോയി. അവളുടെ കൂടെ മനുഷ്യരാരെങ്കിലും ജീവിക്കോ? അവളെ ഞാൻ ഉപേക്ഷിക്കാം, എല്ലാം മറക്കാം, ത്യജിക്കാം. എനിക്കൊരു ജീവിതം തരില്ലേ? എടുത്തു ചാടരുത്. നമുക്ക് ആലോചിക്കാം. എന്തായാലും 3 ദിവസം എന്നോടൊപ്പം ഉണ്ടാവല്ലോ. അത് കഴിയട്ടെ. ഓക്കെ, പുള്ളി സ്മാർട്ടായല്ലോ. എല്ലാം മാഡത്തിന്റെ ഹെൽപ്പാ. നൈസ്. അപ്പൊ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീരുമാനത്തിലൊരു മാറ്റമില്ല. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ. അതെ, പ്രൊമോഷൻ. ഒരു നാട്ടുപുറത്ത് അടുക്കളക്കാരിൽ നിന്ന് സിനിമാ നടിയിലേക്കുള്ള പ്രൊമോഷൻ. മനസ്സിലായി എടുത്തി, എല്ലാം മനസ്സിലായി. അപ്പൊ നീ അറിഞ്ഞൂടി? ഉപേക്ഷിച്ചു പോവാനേത്തി. ഭാര്യ മടുത്തൂത്രേ. പുതിയൊരു ജീവിതം വേണമെന്ന് പറയുന്നത് ഞാനെന്റെ ചെവിയോട്ട് കേട്ടതാ. അങ്ങനെയും പറഞ്ഞു? നീ എപ്പോഴാ കേട്ടത്? ഇപ്പൊ കേട്ടിട്ട് വരിക. എന്റെ ദൈവമേ, അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ ശുദ്ധ നുണയായിരുന്നോ? നുണയാ? 3 ദിവസം കൂടെ ഉണ്ടാവും അവള് പറയുന്നത് ഞാൻ കേട്ടതാ. അവള് നിന്നങ്ങനെ കുഴഞ്ഞാടുവല്ലേ? ആ ഒരുപെട്ടവള് യമുന റാണി. നീ ആരുടെ കാര്യ പറയുന്നേ? കൃഷ്ണേട്ടന്റെ. എടുത്ത് ആരുടെ കാര്യ പറയണേ? നന്ദേട്ടന്റെ.
എന്തോ നീ അറിഞ്ഞു അല്ലേ? എടത്തിമാരറിഞ്ഞു അല്ലേ? ഗോപേട്ട പോവാന്ന് പെട്ടി പൂട്ടി എന്നെ കൊണ്ട് ഷർട്ടും പാന്റും അലക്കിപ്പിച്ച് ഇസ്തിരി ഇടിപ്പിച്ച് ഒക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന് 3 ദിവസത്തേക്ക്. 3 ദിവസം നാളെ ഞാനും കേട്ടത്. 3 ദിവസം എന്നാണല്ലോ നന്ദേട്ടനും പറഞ്ഞത്. അപ്പൊ 3 പേരുണ്ട് അവളുടെ കൂട്ടിന്. 3 ദിവസം കുശാൽ മലമ്പുഴ ഗാർഡൻസിൽ കാനായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ. അതിനിടയിൽ മുകേഷിന്റെ യമുന റാണിയുടെ ലവ് സീനും കാണാലോ. അങ്കവും കാണാം, താളിയും മുടിക്കാം. അല്ല, ഏട്ടത്തിമാര് വരുന്നില്ലേ? നിങ്ങളില്ലാതെ യമുന റാണിക്ക് അഭിനയം വരില്ലാലോ. ഏട്ടത്തിമാര് സെന്റിമെന്റ്സിലാ. യമുന റാണി പാലക്കാട്ടേക്ക് ക്ഷണിച്ചില്ലേ? കരയാനുള്ള ഗ്ലിസറിൻ യമുന റാണിയുടെ നിസ്കിയതാണോ? പടപടന്ന് മുരുകാ, പളനിയാണ്ടവാ, ഇത്തവണ മലമ്പുഴ വഴി പളനിക്ക് യമുന റാണിയുടെ ഭാവി സന്താനവല്ലി മലമ്പുഴയിൽ വരുന്നത് കേട്ടു. സന്താനവല്ലിയെയും കാണണം, അല്പം ലൗസീനും കാണണം. ഹരഹരോ ഹരഹര. ഗുലുമന്റെ അവസ്ഥ എങ്ങനെയുണ്ട് മുത്തച്ഛ? പ്രശ്നമാടേ ഇരിക്കുന്നു. ഓ, വലതു ഭാഗത്തുനിന്ന് ഇന്നലെ ഇടത്തോട്ട് മാറി. അസ്വസ്ഥത ഉണ്ടേ, എങ്കിലും കാര്യങ്ങൾ നടക്കണമല്ലോ. ഈ ലൗസീനൊക്കെ കണ്ടു കഴിയുമ്പോ അല്പം ആശ്വാസം കിട്ടണ്ടേ. അമ്മാവനും പാലക്കാട്ടേക്കാണോ? അല്ല, ഊളംപാറയിലേക്ക് അല്പം മനസമാധാനം കിട്ടാൻ. അവിടെ മുഴുവൻ പ്രാന്തന്മാരല്ലേ? ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. നീ എങ്ങോട്ടാ യാത്ര? ഞാൻ കോയമ്പത്തൂർ വരെ പോവാ. പാലക്കാട് വഴി കോയമ്പത്തൂർ. നീ പോടാ അവിടെ നിന്ന്. പാലക്കാട് ടച്ച് ചെയ്യാതെയും കോയമ്പത്തൂർ പോവാ. നിനക്കിപ്പോ എന്താ കോയമ്പത്തൂര്? ചേട്ടന് ഇപ്പൊ എന്താ പാലക്കാട്? എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. എനിക്കൊരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്. ആനന്ദം, പെട്ടിയെടുത്ത് വെച്ചോളൂ. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പുള്ള സീൻ മലമ്പുഴയിൽ വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ യമുന റാണിന്റെ കൂടെ മാരുതി 1000 പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്താ, പക്ഷെ ഡിസ്റ്റർബൻസ് ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ഓക്കെ, പോകാൻ വരട്ടെ. ഈ വീട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങൾ പെണ്ണുങ്ങളാ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പുരുഷന്മാരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ മതി. അഭിനയ ആടിക്കൊഴിച്ചിലും സീൻ ഷൂട്ടിംഗ് ഒന്നും വേണ്ട. നിങ്ങളും കൂടി കേൾക്കാനാ പറയണത്. കേറി പോണ്ടാവത്തോട്ട്. ഏട്ടത്തിമാരെ എനിക്ക് പോവാലോ. പോയിരുന്നു പഠിക്കണ ചക്ക. പളനിക്ക് മുളകൊക്കെ കൊള്ളാം. തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഹരഹരോ ഹരഹര. ഇപ്പോഴാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വിവേകമുദിച്ചത്. കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം. അപ്പോ ഇനി അങ്ങോട്ട് അംഗം കുറിക്കാം. കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസുവെടുത്തേക്ക് മാത്രമല്ല, ആനന്ദത്തിനുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യനെ ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താടാ ഗോപ? എന്റെ എന്തു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ 3 ആളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാള്? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപി ചരടിൽ കെട്ടിച്ചാലോ? അതിനുള്ള ആരെയും തൊടാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ചരട് കെട്ടാൻ? ഏയ്, അത് നടക്കില്ല. ഒരു പ്രധാന കാര്യം, ഇതൊന്നും ആ യമുന റാണി അറിയരുത്. മഹാ നാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയാ? അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ വയറ്റിലെ ഗുന്മണി പ്രശ്നമുണ്ടാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരനെ മുത്തച്ഛ, കല്യാണ പെണ്ണ്. എന്താ മക്കളെ? ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി. പെൺവിഷയം. ആ, എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ട്. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറ. ജിരിക്കത് തോറ്റിട്ട മക്കളെ, കേട്ടോളി. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അവസാനവും വിഭ്രാന്തിയും ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി, വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്കുണ്ടായി. ഒക്കെ തീർത്തവനാണ് ഈ മുത്തച്ഛൻ.
കനവ് വേണോടെ? നിങ്ങൾ 3 പേരും ഓരോ കുപ്പി അശ്വഗന്ധാതി ലേഹ്യം മേടിച്ച് കഴിപ്പിൻ, ഒക്കെ ശരിയാവും. അല്ല പിന്നെ അയ്യോ പറ്റിയ പാർട്ടി. ഇങ്ങനോട് ചോദിക്കാമെന്ന് നമ്മളെ വേണം തല്ല വന്നേ. അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി. ദേ നമ്മുടെ രണ്ടാളുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. വേണ്ട, ഞാൻ തൊട്ടുതരാം. ഞാൻ തൊട്ടുതരാം. തൊട്ടുതരാം. വേണ്ട ഞാൻ തൊട്ടുതരാം. അവര് തമ്മിൽ തൊടാനുള്ള മത്സര. വേണ്ട കേട്ടോ. അയ്യോ അതാണ് ഞാൻ തൊട്ടുതരാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മോ! ഹ! ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ പോവാണോ? അതേടാ, നിന്നെന്ന് ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട്. പറയടാ, ആശയമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ, എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ ഓ എന്താണ്? വെരി സിമ്പിൾ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാ. അത്രയ്ക്കായോ? എന്ത് പാടാ നിന്റെ ഭാവം? അവളെ കല്യാണം കഴിക്കാൻ. അത് നിന്റെ മനസ്സിലിരുന്നാ മതിയുടെ ചന്ദ്രകുമാര, നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പൊക്കോളാം. ഓക്കേ. അമ്മിക്കുഴവിടെ എത്ര ഉള്ളെങ്കിലും ആള് ജഗജില്ല. നഞ്ചന്തിരാ നാനാഴി. നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് 4 പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് 3 പേരെ അമ്മ 10 മാസം ചുമന്നു, നിന്നെ 8 മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്. ഇൻക്യുബേറ്ററിൽ 3 ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലെന്ന്. എപ്പോ വേണേലും തട്ടിപ്പോവാന്ന് ഡോക്ടർ വിധി എഴുതിയതാ. എന്നാ അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ? വളർത്തിയിട്ട് നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതി കേട്ടോ. എന്റെ പൊന്നുകുട്ട, ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നാണമില്ലേ നിങ്ങൾക്ക്? ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം. നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. ചൂടാവാതെടാ. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിൽ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. നിസാരമല്ല. പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. ഏട്ടത്തിമാരെ, നിന്നെ ആരെയപ്പ ഇങ്ങോട്ട് ക്ഷണിച്ചേ? വലിയടത്തി വലിയ ഗൗരവത്തിലാണല്ലോ. ഓ തന്നെ. ചെറിയടത്തിമാരും മൂഡൌട്ട് ആണല്ലോ. ഏട്ടത്തിമാരെ, എല്ലാം ഞാൻ അറിഞ്ഞു. പറയടാ, നീ എന്താ അറിഞ്ഞത്? അത് പറ. വെറുതെ നമ്പർ ഇറക്കല്ലേ ചക്ക. 3 പേർക്കും സംശയമുണ്ടല്ലേ? ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ? സംശയിക്കണം. ഗുരുതരാവസ്ഥയിലാണ്. ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. അപ്പൊ കത്ത് കെട്ടുകാരൻ നീ അറിഞ്ഞൂല്ലേ? കത്ത്? കത്തോ? കത്ത്? ഓ കത്ത്, അത് ഞാൻ അറിഞ്ഞു. അറിഞ്ഞു ഏട്ടത്തെ. സാരമില്ല ഏട്ടത്തെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഞങ്ങളെ സഹായിക്കൂടാ ചന്ദ്രു? സഹായിക്കാലോ. ഒരാഴ്ചക്കകം അത് സംഭവിക്കൂടാ ചന്ദ്രു. ചിലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ല ഏട്ടത്തെ. ചെക്കൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പറയടാ, ആ ഒരാൾ ആരാണ്? ആ ഒരാളോ? ആ ഒരാൾ അത് ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. പറയടാ. എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ? പറയേ. യമുന റാണി ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയാടാ മയക്ക് കൂടെ കൊണ്ടുപോകുന്നത്? അയ്യേ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ടന്മാരാണ്. ശങ്കരന്മാർക്കൊത്ത ചക്കികള്. നീ എന്താണ് ആലോചിക്കുന്നത്? പറയടാ. പറയാം. കൈവിട്. ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ. കത്ത് എവിടെ? കത്ത് എന്റെ കയ്യിലുണ്ട്. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ആ കത്തവിടെ? അത് തന്നില്ല. ദേ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അമ്പട, യമുന റാണിയെ മയക്കി വീഴ്ത്താൻ പറ്റിയ 3 മോന്തകള്. ചേട്ടത്തിമാരെ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ. എനിക്ക് 3 പേരെ സംശയമുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാണ് ആ കാമദേവൻ? ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഏട്ടത്തിമാരെ എന്നെ കൊല്ലും. ആളിനെ പിടികെട്ടി കഴിഞ്ഞാൽ ഏട്ടത്തിമാർ അയാളെ തട്ടിക്കൊള്ളും. ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ. ഏതായാലും ഞാനല്ല. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല.
ആ കുട്ടിയോട് അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ, ഇനി അഥവാ യമുന റാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയാ മദ്രാസിലേക്ക് കൂടെ പോവോ? എടാ, ആരായിരിക്കോ കത്തെഴുതിയത്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പോണം. പറ, ഞാൻ ആരുടെ പേരാ പറയേണ്ടത്? ഓടാ അവിടെ തലപേര് തിരിക്കുമ്പോഴാ നന്ദേട്ടാ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ തല ചുറ്റി തുടങ്ങി. നമ്മൾ എങ്ങനെ ഇതിൽ രക്ഷപ്പെടും? അതെ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നിന്റെ ഐഡിയ ഒന്ന് കേക്കട്ടെ, പോടാ അവിടുന്ന്. ഊളന്റെ ബുദ്ധിയാ, കുരുട്ട് വഴികൾ ഒരുപാട് അറിയാം, അവൻ പറയട്ടെ. എന്നാ പറ. ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ബാറിൽ ചെന്ന് യമുന റാണിയെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഈ 2 ലാർജ് അങ്ങോട്ട് വീശി വല്ലതൊക്കെ ഉരുത്തിരിയും. ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം. 2 സ്മോൾ എനിക്ക് വാങ്ങിച്ചെന്നാ മതി. അച്ഛനല്ലേ ആ വരണേ? ഓരോ പെഗ് വീതം കഴിക്കീനടാ. ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്കേ. ഈ ദുശീലം ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ. നിങ്ങള് 2 ആളും എന്റെ അനുജന്മാരാടാ. ഗുരുത്തണ്ട്. അതിന് ഈ ഏട്ടൻ അഭിമാനിക്കണു. നല്ല ഭാവി ഉണ്ടാവൂട്ടോ. വെറുതെ കുടിച്ച് കരളുവാട്ടണ്ട. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞെട്ടരുത്. എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി. ആ ഒരാൾ ഞാനാടാ. യമുന റാണിയുടെ കാമുകൻ ഞാനാണടാ. നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം. ഇന്ന് ഞാൻ കൗസലിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ചേട്ടാ, ഞങ്ങളൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. കുറച്ച് മുമ്പല്ലേ നിങ്ങൾ 2 ആളും മൂത്രമൊഴിച്ചു വന്നത്? അതെ, കൗസുവേടത്തി ഇതെങ്ങനെ താങ്ങുമെന്ന് ഓർക്കുമ്പോ മനസ്സുരുക. അത് ഉരുകി ഉരുകി മൂത്രമായിട്ട് പൊക്കോണ്ടിരിക്കുക. പോയിട്ട് വരട്ടെ ഏട്ടാ. ഉരുകുന്നത് അപ്പപ്പ കളഞ്ഞിട്ട് വാടാ. വാ. ഇനി ഒന്നേ അവന്മാര് വരണേക്കാളും പോരണ കൊണ്ടുപോവാ. 2 ലാർജ് വീതം. ദേ, നേരത്തെ 2 ലാർജ് ചെയ്ത് അടിച്ചതാ. ഇനി ഇതും കൂടി ആകുമ്പോ 8 ആവും. ചേട്ടൻ 3 ആയിട്ടുള്ളൂ. ആ വൈ വേണ്ട, സോഡ ഒഴിച്ച് നശിപ്പിക്കണ്ട. സൂക്ഷിക്കണം. ദേ, ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി. സഹിക്കാൻ കഴിയണല്ലോ ഏട്ടാ. എന്താ മൂത്രം പോയില്ലേ? അതല്ല ഏട്ടാ, ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത്. നന്ദി ഏട്ടാ, നന്ദി. ഏട്ടൻ എന്റെ ദൈവമാ. സോറി, അത് ഞാനാണ് ഏട്ടാ. ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താടാ? അല്ല, മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി? സർ, ബില്ല് എത്രയായി? 900 രൂപ. 4 പെഗിന് 900 രൂപയോ? ഇവർ 2 കൂടെ 8 പെഗ് അടിച്ചു. എന്റെ ദൈവമേ! നേരം എത്രയായി? ഇതുവരെ ഇതുപോലെ വൈകിട്ടില്ല. വൈകുമെങ്കിൽ പറഞ്ഞിട്ട് പോണ ആളാ. ഇനി അവളുമായിട്ട് വല്ലയിടത്തും പോയതാവോ? അതാ എന്റെ പേടി. കത്തിലെഴുതിയതുപോലെ. ഒരാളുടെ കാര്യല്ലേ കത്തില് പറഞ്ഞിട്ടുള്ളൂ. 3 ആളെയും കാണാനില്ലല്ലോ. അമ്മാവനോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞാലോ? ഉറങ്ങിക്കാണും. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളുക. ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ചേർന്നിരി ചേർന്നിരി എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അന്നേ ഞാൻ കരുതിയതാ, കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരായാലോ. അവരെ ഇനി തളച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൈവിട്ടു പോയി. നിങ്ങൾ വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ